ഹലോ, നമ്മൾ ഇന്നൊരു വർക്കിന് പോവുകയാണ് കേട്ടോ. കടുത്തുരുത്തിയാണ് വർക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ്. എനിക്ക് രാവിലെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാണ് ആതിര. ആളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ കൂടെ കുഞ്ഞിലേ തൊട്ട് പഠിച്ച ഫ്രണ്ടാണ്. ഞങ്ങൾ 7ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ വേറെ സ്ഥലത്തായി. പക്ഷേ എന്നാലും ഇപ്പോഴും ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈ ചെയ്യിക്കണ കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്ത് ഇങ്ങനെയാണോ ഡ്രൈ ചെയ്യുന്നത് എന്നൊന്നും ചോദിക്കരുത്. കാരണം എൻ്റെ പാഡൽ ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ മൂസും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു സ്റ്റിക്കി ഫീൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രയാസവും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പാഡൽ ബ്രഷ് ഉണ്ടായിരുന്ന നല്ല കിടിലമായിട്ട് ഡ്രൈ ചെയ്തെടുക്കായിരുന്നു. ഞാൻ ചെന്നപ്പം കുളിച്ച് റെഡിയായി വന്നു. അപ്പം ഞാൻ അങ്ങനെ മുടിയൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുടിയൊക്കെ ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ക്രിമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ നമ്മളൊന്ന് മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സെക്ഷൻ എടുത്ത് വയ്ക്കുകയാണ്. ഫ്രണ്ടിലത്തെ ആ ഒരു ഏരിയ മാത്രം 2 പോർഷനായിട്ട് എടുത്ത് സെക്ഷൻ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ PACയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ടത്. അത് എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ്. കുറച്ചുകൂടെ മോയ്സ്ചറൈസേഷൻ വേണമെങ്കിൽ എംബ്രിയോളിസിൻ്റെ ഇടാം. ഇത് ലിനേജിൻ്റെ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്കാണ്. അത് നല്ല ഒരു ഹൈഡ്രേഷൻ തരും. ഇതെൻ്റെ മേക്കപ്പ് ബാഗാണ് കേട്ടോ. എൻ്റെ ഒരു ചെറിയ മേക്കപ്പ് ബാഗാണ്. ഹെയർ ടൂൾസൊക്കെ വേറൊരു ബാഗിലാണ്. അങ്ങനെ നമ്മൾ ഓരോ കുഞ്ഞു സെക്ഷനായിട്ടെടുത്ത് ക്രിമ്പ് ചെയ്ത് പോവാണ് കേട്ടോ. നമുക്ക് ആ ക്രിമ്പിങ് ലൈൻസ് വേണമെന്നില്ല. ക്രിമ്പിങ് ലൈൻസ് ഇല്ലെങ്കിലും പ്രോപ്പറായിട്ട് ആ ഒരു വോളിയം കിട്ടുന്ന രീതിയിൽ ക്രിമ്പ് ചെയ്ത് പഠിക്കുക. കാരണം എല്ലാവർക്കും ഒന്നും ആ ക്രിമ്പിങ് ലൈൻസ് ഇഷ്ടമല്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മൈക്രോ ക്രിംസാണ്. എന്നിരുന്നാലും ഒരു ചെറിയൊരു ക്രിമ്പ് ചെയ്ത ആ ഒരു എഫക്റ്റ് കാണും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് ക്രിമ്പ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാലും അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് കേട്ടോ ആതിരയുടെ അമ്മ. നമ്മുടെ സ്റ്റാർട്ടിങ് പീരീഡിലൊക്കെ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ടൈം നല്ലോണം എടുക്കുന്നുണ്ടാവും. പക്ഷേ പോകെ അത് റെഡിയായി വരും കേട്ടോ. എനിക്കും ഇപ്പം നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ആ ടൈം കുറഞ്ഞു വരുന്നുണ്ട്. സോ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ബാക്ക് വളരെ റഫായിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഭയങ്കര റഫായിട്ട് ക്രിമ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മറ്റേ ഐക്കോണിക്കിൻ്റെ ഓട്ടോമാറ്റിക് ക്രിമ്പറൊക്കെ കിട്ടും. ഫ്രണ്ടിൽ അത് യൂസ് ചെയ്യല്ലോ, കാരണം ഭയങ്കര വലിയ ക്രിമ്പാണ്. ബാക്കിലാണെങ്കിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഞെക്കി പോവണ്ടല്ലോ. സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചെയ്ത് പോവാം. പിന്നെ എപ്പോഴും ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ പാർട്ടി മേക്കപ്പിനൊന്നും അസിസ്റ്റൻറ്റിനെയും കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഫേസ് ചെയ്യുമ്പം ആൾക്ക് മറ്റേ ഹെയർ ക്രിമ്പ് ചെയ്തും ഒക്കെ തരാൻ പറ്റും. ഇത് 4 Hour 52ൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അതുപോലെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് പുഫ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പൊക്കത്തൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. കാരണം വലിയ ഹെയർ സ്റ്റൈലൊന്നും നോക്കുന്നില്ല. കാരണം ആൾക്കാണേലും ഒരു കോളേജ് ഫങ്ഷനായിരുന്നേ. കോളേജിലെ ഒരു അലുമിനിയുടെ ഫങ്ഷൻ. അതിന് ആൾക്ക് 1-2 പാട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹെയറിന് പഫും അധികം കൊടുത്തിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ്. ഇത് 4 Hour 52ൻ്റെ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്ത് ഞാൻ നല്ല സ്കിന്നിന് ഓക്കെ ആവുന്ന രീതിയിലാക്കിയതാണ് കേട്ടോ. അപ്പം ഇപ്പം ഇച്ചിരി ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് ലേശം കഴിയുമ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഓക്സിഡൈസ് ആവും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത്ര ലൈറ്റായിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് ഫൗണ്ടേഷൻ. ഇത് നമ്മുടെ ഹുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനുമായിട്ട് സിമിലർ എഫക്റ്റുള്ളൊരു ഫൗണ്ടേഷനാണ്. അതായത് നല്ല തിക്നെസ് ഉണ്ട് 4 Hour 52ൻ്റെ. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇതിൻ്റെ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. അതിലൊരെണ്ണം ഭയങ്കര ലൂസായിട്ടുള്ള ഭയങ്കര ഷിയർ കവറേജ് ഉള്ളൊരു സംഭവമാണ്. ഇത് പക്ഷേ ഇച്ചിരി തിക്കായിട്ടുള്ളതാണ്, ഒരു നീണ്ട കുപ്പിയിൽ കിട്ടുന്നത്. ഈ ബ്യൂട്ടി ബ്ലെൻഡർ പ്രോഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. മൈക്രോ ഫൈബർ ബ്യൂട്ടി ബ്ലെൻഡറാണ്. നല്ല ബ്ലെൻഡറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ബ്യൂട്ടിലിഷ്യസിൻ്റെ ഒക്കെ ബ്ലെൻഡർ കിട്ടും. അത് 1500 സംതിങ് എങ്ങാണ്ടാണ്. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ PACയുടെ നല്ലതാണ്. പ്രോഷിൻ്റെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ ഈ കണ്ണിൻ്റെ അടിയൊക്കെ ബ്ലെൻഡ് ചെയ്യുമ്പം ഈ വലിയ മറ്റേ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആയിരിക്കും ഒരു കുഞ്ഞ് എഗ് ബ്ലെൻഡർ വെച്ച് നമ്മൾ കണ്ണിൻ്റെ അടിയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നത്. പിന്നെ കൺസീലർ കളർ കറക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഒന്നില്ല നമ്മുടെ വിരൽ വെച്ചോ ഇല്ല നല്ല ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല ബ്രഷ് വെച്ചോ ചെയ്യുക. ഇത് നമ്മുടെ PACയുടെ തന്നെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്, ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ്. ഷെയ്ഡൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തേക്കാം. സോ ഇതാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റായിട്ടിരിക്കും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. റേറ്റും കുറവാണ്. പിന്നെ വേറൊരു ടിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സ് സ്പ്രേ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊങ്ങി നമ്മുടെ ബാക്കിലാണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ലെങ്ത് കുറവുള്ളതൊക്കെ ആണെങ്കിലും പൊങ്ങി നിൽപ്പുണ്ട്. വാക്സ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കൈകൊണ്ടോ ബ്രഷ് കൊണ്ടോ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഹെയർ നല്ല കിടിലായിട്ട് നല്ല ഫിനിഷിൽ അങ്ങിരിക്കും. എന്നാലേ ആ ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, വളരെ നാച്ചുറലായിട്ടാണ് ചെയ്തിട്ടേക്കണേ. അപ്പം ഞാൻ ഇതാണ് കേട്ടോ ആളുടെ ആ ഒരു ലൈറ്റ് വന്നപ്പോൾ ആളുടെ ഫേസ്. നേരത്തെ നമ്മൾ യെല്ലോ ലൈറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. നമ്മളിപ്പം കൂളായിട്ടുള്ള മീൻസ് ഭയങ്കര കൂളായിട്ടുള്ള ലൈറ്റാണ് ഇട്ടേക്കുന്നത്. കൂൾ ലൈറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തെ ഓരോ ഇംപെർഫെക്ഷൻസും തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് മുഖം കാണുമ്പം ഭയങ്കര അയ്യേ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങളുടെ മുഖത്തെ ഏറ്റവും അങ്ങ് ഇതായിട്ട് കാണിക്കുന്ന മീൻസ് ഏറ്റവും ഇംപെർഫെക്ഷൻസും എടുത്ത് കാണിക്കുന്ന ഒരു ലൈറ്റാണ് കൂൾ ലൈറ്റ്. സോ അതിൽ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ലൈറ്റിൽ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. അതുകൊണ്ട് ആ കൂൾ ലൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ അത് നൈസായിരിക്കും കേട്ടോ. വാം ലൈറ്റിൽ വർക്ക് ചെയ്യില്ല. വാം ലൈറ്റ് അത്ര നല്ലതല്ല. ഈ കൂളിൻ്റെയും വാമിൻ്റെ ഇടയ്ക്കുള്ള ലൈറ്റ് ആയാലും പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ സിംപെക്സിൻ്റെ റിംഗ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആൾക്ക് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. ഐബ്രോ ഒക്കെ ഇങ്ങനെ നമ്മൾ നോർമലി വരച്ചു കൊടുത്തു. അപ്പോൾ ആളുടെ ഐബ്രോ അത്ര ഡിഫൈൻഡ് ആയിട്ടല്ലായിരുന്നു. അപ്പം ഞാനത് ചെറുതായിട്ടൊന്ന് റേസറൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു. അപ്പോഴാണ് കേട്ടോ ഒന്ന് ഓക്കെ ആയത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഡസ്കി സ്കിന്നായിട്ടുള്ളവർക്ക് ബ്ലഷ് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. കാരണം തീരെ ലൈറ്റായിരുന്ന അവർക്കത് ഭയങ്കര വാഷ്ഡ് ഔട്ടായിട്ടിരിക്കും. കുറച്ചൊന്ന് ഡാർക്കായി നോക്കി ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കി വേണം ഇങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതുപോലെ ഈ റേസ് ചെയ്യുന്ന സംഭവം ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഇതുമില്ലാണ്ട് ഒരു പേടിയില്ലാണ്ട് അങ്ങ് റേസ് ചെയ്യുന്ന. നിങ്ങൾ ബ്രൈഡ്സിനെയോ വേറെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പൂർണ്ണ സമ്മതത്തോടെയും 100% കോൺഫിഡൻസോടെയും ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും സ്കിന്ന് ലൂസാക്കിയൊക്കെ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറിവൊക്കെ വരും, ചോര വരും. പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു പ്രൊഫഷനെ തന്നെ അത് ബാധിക്കും. ഒരു അൺപ്രൊഫഷണൽ ഒരു സംഭവമായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ റേസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ മീശയുടെ അവിടെ പിരികത്തിൻ്റെ അവിടെ ശ്രദ്ധിച്ച് ചെയ്യുക. കവിളിലൊക്കെയാണ് ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ട്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനോട് ഫേഷ്യൽ ഹെയർ കളഞ്ഞു വയ്ക്കാൻ പറയുക. ചിലർക്ക് കളയാൻ ഇഷ്ടമല്ലായിരിക്കും. സോ അവരോട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഫേഷ്യൽ ഹെയർ ചെയ്തില്ലേ, പ്രത്യേകിച്ച് നമ്മൾ എയർ ബ്രഷ് മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ആ എയർ ബ്രഷ് ഒരു സ്പ്രേ പോലത്തെ എഫക്റ്റ് ആണല്ലോ. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറിയ ഹെയർ ആണെങ്കിൽ പോലും എഴുന്ന് നിൽക്കും അത്. സോ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. എയർ ബ്രഷ് മേക്കപ്പ് എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 0 ഹെയറേ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. HD മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മുസ്ലിംസ് ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ ഹെയർ കളയില്ലാത്തവരുണ്ട്. സോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയും കണ്ടും സൂക്ഷിച്ചുമൊക്കെ വർക്ക് ചെയ്യാം. പിന്നെ ഞാൻ ആളുടെ അടുത്ത് എപ്പോഴും പോകുമ്പോഴത്തേക്കും ആളുടെ കണ്ണൊക്കെ തന്നെ എഴുതിക്കോളാനാണ് കേട്ടോ പറയാറ്. കാരണം ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ ഓഫ് ഐലൈനിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഒരു കോളേജിൽ പോകുന്ന ഒരു ഇതുകൂടെ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോവും അല്ലെ ഓവറാവും. സോ അതുകൊണ്ട് ആളുടെ സ്റ്റൈലിൽ തന്നെ എഴുതിക്കോട്ടെ, ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനാണ് കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്.
അപ്പം ഇതാണ് ആളുടെ ഫേസ്, നല്ല ചുമന്ന് തൊടുത്ത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം. ആൾക്ക് ബ്ലഷ് ഇട്ട് ഇടി കൊണ്ടുപോലുണ്ടോ എന്നൊക്കെയുള്ളൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സെറ്റിലായി വരുമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് ഇരുത്തിയേക്കാണ്. അത് ഭയങ്കര ക്യൂട്ടല്ലേ, ആ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ കൂടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഡ്രസ്സായിരുന്നു കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഈ ഡ്രസ്സിന് അത് നല്ലോണം സൂട്ടാവുന്നുണ്ടായിരുന്നു, ആ മേക്കപ്പ്. പക്ഷെ ആളുടെ ഒരു വൈറ്റ് ഡ്രസ്സാണ്, അവർക്ക് മൊത്തത്തിൽ ഒരു എല്ലാവർക്കും വൈറ്റ് ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഡസ്കി സ്കിന്നിൽ ലിപ്സ്റ്റിക്സ് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, കുറച്ച് വാഷ്ഡ് ഔട്ട് ആയിട്ടൊക്കെ തോന്നും. എത്ര ഡാർക്ക് എടുത്താലും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ച് വരിക, മാക്സിമം ഡാർക്ക് എടുക്കുക. ഡാർക്ക് എടുത്താൽ പലർക്കും അങ്ങ് ബ്രൗണിലോട്ട് പോകാൻ താല്പര്യം കാണില്ല. ചിലർക്ക് ഒരു ബ്രിക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ്. അപ്പം അതൊക്കെ ഡസ്കി സ്കിന്നിൽ എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് ഷെയ്ഡ് ഇടുമ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾ നല്ലോണം പരീക്ഷിച്ച് തന്നെ മനസ്സിലാക്കുക. മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. ലാസ്റ്റ് ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിധത്തിൽ ഷെയ്ഡിലോട്ട്. ഇത് നമ്മുടെ ഐക്കോണിക്കിൻ്റെ തന്നെ C28 എന്ന് പറയുന്ന കേളിങ് ടോങ് ആണ് കേട്ടോ. ഹെയർ ടൂൾസ് എടുക്കുമ്പോൾ എപ്പോഴും ഐക്കോണിക്കിൻ്റെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഐക്കോണിക്കിൻ്റെയാണ് ഞാൻ നോക്കിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അത്യാവശ്യം ലാസ്റ്റിങ്ങും ഉണ്ട്. എൻ്റെ സ്ട്രെയിറ്റ്നറും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എൻ്റെ സ്ട്രെയിറ്റ്നറും ഒക്കെ ഐക്കോണിക്കിൻ്റെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഷൈനിങ് സ്പ്രേ അടിച്ച് ഒന്ന് ഒരു ഷൈൻ കൊടുത്തിട്ട് ഒന്ന് ഹാർഡ് സ്പ്രേ അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ചെറിയ കോട്ട് ഷൈനിങ് സ്പ്രേ കൂടെ അടിക്കും. അങ്ങനെ ആളവിടെ കാര്യമായിട്ട് എന്തോ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ കമ്മലോ എന്തോ സാധനമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലുക്ക്. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പും ഹെയർ ഡൂവും ഒക്കെ ആയിരുന്നു. അപ്പം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചടിച്ച് പൊട്ടിക്കുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.